BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കെഎസ്യുവിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ എന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം. വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു ചിത്രവും അലോഷ്യസ് സേവ്യർ പങ്കുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ തുറന്നടിച്ച് നേരത്തെയും അലോഷ്യസ് സേവ്യർ രംഗത്തെത്തിയിരുന്നു. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെഎസ്യു ആശങ്ക അറിയിച്ചതിൽ എന്താണ് തെറ്റെന്ന് അലോഷ്യസ് സേവ്യർ ചോദിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ തെരുവിൽ സമരം ചെയ്ത ആളുകളുടെ വൈകാരികത ഉൾക്കൊണ്ട് കെഎസ്യു മുഖ്യമന്ത്രിയെ ആശങ്ക അറിയിക്കുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞിരുന്നു. കെഎസ്യുവിന് എതിരായ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി ജാഗ്രത പാലിക്കണമെന്നുമായിരുന്നു അലോഷ്യസ് സേവ്യർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കെഎസ്യുവിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്തെത്തിയത്. ഗവൺമെന്റ് പ്ലീഡറായി സജീവ RSS ബന്ധമുള്ള വ്യക്തിയെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള കെഎസ്യു വിമർശനത്തെ കുറിച്ച് മാധ്യമങ്ങൾ പ്രവർത്തകർ ഉയർത്തിയ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു വിമർശനം. തിരുവനന്തപുരത്തെ കെഎസ്യു ആണോ പ്ലീഡറെ നിയമിക്കുന്നത് എന്നായിരുന്നു സതീശൻ ചോദിച്ചത്. കെഎസ്യുവിന് ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ എന്ത് കാര്യമെന്ന് ചോദിച്ച സതീശൻ ഒരു കാര്യമില്ലെന്നും പറഞ്ഞിരുന്നു. RSS പ്രവർത്തകനായ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതായിരുന്നു വിവാദമായത്. പ്ലീഡർ നിയമനത്തിൽ തിരുവനന്തപുരം ലോ കോളേജിലെ കെഎസ്യു മുൻ യൂണിറ്റ് പ്രസിഡന്റുമാർ ആശങ്ക അറിയിച്ചിരുന്നു. വി ഡി സതീശന്റെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശരത്തിന്റെ നിയമനം. ഇതിന് പിന്നാലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനവുമായി കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. അതേസമയം തങ്ങൾ കൊടുത്ത പട്ടികയിൽ നിന്ന് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ നിയമനം എന്ന മുഖ്യമന്ത്രിയുടെ വാദം തള്ളി ലോയേഴ്സ് കോൺഗ്രസും രംഗത്തെത്തി. വിവാദ നിയമനങ്ങൾ നിർദ്ദേശിച്ചത് സ്റ്റേറ്റ് അറ്റോർണി അനൂപ് നായരാണെന്നും പട്ടികയിൽ ഇല്ലാത്ത പേരുകൾ നിർദ്ദേശിച്ചിട്ട് പഴി ലോയേഴ്സ് കോൺഗ്രസിനാണെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. വഴിവിട്ട നിയമനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്നും ലോയേഴ്സ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയ്ക്ക് ശരിയായ പരിഗണന നൽകിയില്ലെന്നും വിമർശനമുണ്ട്. നിയമനം നേടിയ UDF അനുഭാവികൾ അല്ലാത്തവരുടെ പേര് വെളിപ്പെടുത്തുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് പ്ലീഡർ നിയമനം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ നിരന്തരം ശ്രമിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് നിരന്തരം അവസരം നിഷേധിച്ചു എന്നും ലോയേഴ്സ് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PK റഹ്മാനാണ് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ഹൈക്കോടതിയിലെ സർക്കാർ പ്ലീഡർ നിയമനത്തിൽ AICC ഇടപെടണമെന്നായിരുന്നു പരാതിയിൽ ആവശ്യം. നിയമന ശുപാർശകളിൽ പരിശോധന വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്കൊപ്പമുള്ള അഭിഭാഷകർ നിയമനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് പുറത്തുനിന്നുള്ളവരെ നിയമിച്ചതിലെ നിരാശയും യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ചില ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കൾ ഭരണ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും യൂത്ത് കോൺഗ്രസ് പരാതിപ്പെട്ടു. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തകരുടെ ത്യാഗത്തിലും സന്നദ്ധയിലും പടുത്തുയർത്തിയതാണ് കോൺഗ്രസ് പാർട്ടിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരിയാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയത്. ഹൈക്കോടതി അഭിഭാഷക നിയമനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ നേരത്തെയും ലോയേഴ്സ് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ആവശ്യം നേരിൽ കണ്ട് അറിയിച്ചപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ലെന്നും പരസ്യമായി പറഞ്ഞുവെന്നായിരുന്നു ലോയേഴ്സ് കോൺഗ്രസിന്റെ പരാതി. മൂന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഏതാനും പ്രതിനിധികളെ മാത്രമാണെന്നും ഇവർ പരാതിപ്പെട്ടിരുന്നു. അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് 3 പേർ രാജിവെച്ചത് ഒഴിച്ചാൽ അനർഹർ ഇപ്പോഴും തുടരുന്നുവെന്നും ലോയേഴ്സ് കോൺഗ്രസിന്റെ അഭിഭാഷകൻ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണെന്നും ഇവർ പരാതിപ്പെട്ടിരുന്നു. പരാതി ഉയർന്ന നിയമനങ്ങൾ പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരുടെ പേര് വെളിപ്പെടുത്തുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.